കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് മിൻസി ആ കോൾഡ് സ്റ്റോറേജിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതാണ്. ആ ടൈമിലാണ് ഗോൾഡൻ ടീത്ത് അവളെ കാണുന്നത്. ഇനി ഇന്നത്തെ എപ്പിസോഡ് എവിടെയാണ് തുടങ്ങുന്നതെന്ന് നമുക്ക് നോക്കാം. ഈ എപ്പിസോഡ് തുടങ്ങുന്നത് 2014 കാണിച്ചുകൊണ്ടാണ്. ഇതിൽ കുഞ്ഞു മിൻസിയും മിസ്റ്റർ കിമ്മും പുതിയ വീട്ടിലേക്ക് താമസം മാറുകയാണ്. നമ്മുടെ തായ്ക്കൊണ്ട അധ്യാപകനായ ഹാൻസും പാർക്ക് ജിൻചോളും സാധനങ്ങളെല്ലാം വെക്കാൻ അവിടെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അവിടെ കുറച്ച് കുട്ടികൾ അങ്ങോട്ട് വരുന്നത്. അവർ വന്ന് കുഞ്ഞു മിൻജിയെ വിളിച്ചുകൊണ്ട് കളിക്കാൻ പോകുന്നു. ഇത് മിസ്റ്റർ കിമ്മും അവിടെ ഉള്ള ആരും അറിയുന്നില്ല. കളിക്കിടെ അവൾ ഒളിക്കാനായിട്ട് ഒരു വീട്ടിലേക്ക് കയറുന്നു. ക്ഷീണിച്ച് അവിടെ തന്നെ ഉറങ്ങിപ്പോകുന്നു. ആ വീട്ടിൽ മിൻജി ഉള്ളതറിയാതെ ആ വീട്ടുടമ വീട് പൂട്ടി പോവുകയും ചെയ്യുന്നു. ജനൽ വഴി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന മിൻജിക്ക് അതുവഴി വന്ന ഒരു വിദ്യാർത്ഥിനി സഹായം ചെയ്യുന്നു. ഇതിനിടയ്ക്ക് മിസ്റ്റർ കിമ്മും ഫ്രണ്ട്സും മിൻജിയെ അന്വേഷിച്ചു അവിടെയെല്ലാം ഓടുകയായിരുന്നു. ഇതിനിടയിലാണ് ആ വിദ്യാർത്ഥിനി മിൻജിയുമായി അങ്ങോട്ട് വരുന്നത്. ഒടുവിൽ മകളെ കാണുമ്പോൾ മിസ്റ്റർ കിം കരഞ്ഞു പോകുന്നു. ഇനി ഒരിക്കലും ഒറ്റയ്ക്ക് പോകല്ലേ എന്ന് പറഞ്ഞ് മകളെ ചേർത്ത് പിടിക്കുന്നു. അച്ഛനെ മിൻജി തന്നെയാണ് ആശ്വസിപ്പിക്കുന്നത്. തുടർന്ന് ഇപ്പോഴത്തെ കഥയിലേക്ക് മാറുന്നു. ഗോൾഡൻ ടീത്ത് മിൻജിയെ കണ്ടതായി മനസ്സിലാക്കുന്നു. ഉടൻ തന്നെ തൻ്റെ ഗുണ്ടകളെ ഓഫീസിലേക്ക് വിളിക്കുന്നു. പക്ഷേ ഓഫീസിൽ ഓൾറെഡി മിസ്റ്റർ കിം അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ കിം ആ 2 ഗുണ്ടകളെ അടിച്ച് നിലംപരിശാക്കുകയായിരുന്നു. ഈ ടൈമിലാണ് ആ ഗുണ്ടകളിൽ ഒരാളായ സാങ്മാൻ കിമ്മിനോട് എല്ലാ കാര്യവും പറയുന്നത്. ജൂഹോ കൺസ്ട്രക്ഷൻ്റെ മകളായ ഹേരിയാണ് മിൻജിയെ കൊന്നതും അങ്ങനെയെല്ലാം പറയുന്നു. മിൻജി ശരിക്കും മരിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് ഉത്തരവാദികളായ എല്ലാവരെയും കൊല്ലുമെന്ന് കിം സത്യം ചെയ്യുന്നു. ഇതിനിടയിൽ സാങ്മാൻ മിസ്റ്റർ കിമ്മിനെ ഒരു ഇലക്ട്രിക് വയർ എടുത്ത് കൊല്ലാൻ ശ്രമിക്കുന്നു. പക്ഷേ അബദ്ധവശാൽ സാങ്മാൻ തന്നെയാണ് വൈദ്യുതാഘാതമേറ്റ് മരിക്കുന്നു. അവിടെ ഉണ്ടായിരുന്ന 2ാമത്തെ ഗുണ്ട അവൻ അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മിസ്റ്റർ മോൾ എന്ന് പറയുന്ന ഒരു വ്യക്തിയും ഹാൻസും നദിയിലേക്ക് എടുത്ത് ചാടുന്ന രംഗം. അതിനുശേഷം അവിടെ പാർക്ക് ജിൻചോൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടേക്ക് വന്ന സൗത്ത് കൊറിയയുടെ SMD ഏജൻറ്റുമാർ പാർക്ക് ജിൻചോളെ അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ പോകുകയാണ്. അങ്ങനെ അവരോട് ഫൈറ്റ് ചെയ്ത് പാർക്ക് ജിൻചോൾ അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ്. അതേസമയം കിം ആ ഗുണ്ടയെ പിന്തുടർന്ന് അവൻ്റെ കാർ ഇടിച്ചു തകർക്കുന്നു. ഈ വാർത്ത ഗോൾഡൻ ടീത്തും അറിയുന്നു. മറുവശത്ത് ഹൻസു നദിയിൽ നിന്ന് ആ മോൾ ക്രിക്കറ്റിൻ്റെ ശരീരം പുറത്തെടുക്കുന്നു. അവിടെ പാർക്ക് ജിൻചോളും എത്തുന്നു. 2 പേരും ആയുധങ്ങളുമായി തുറമുഖത്തിലേക്ക് വേർപിരിഞ്ഞു പോകാൻ തീരുമാനിക്കുന്നു. ഇതിനിടെ മിസ്റ്റർ കിം കോൾഡ് സ്റ്റോറേജിലേക്ക് പോകുമ്പോൾ വഴിയിൽ ഗുണ്ടകൾ ആക്രമിക്കുന്നു. അവരെ കീഴടക്കി മുന്നോട്ട് പോകുന്ന കിമ്മിനെ ന്യൂ 66 തൻ്റെ കാർ കൊണ്ട് ഇടിക്കുന്നു. ഇരുവരും തമ്മിൽ അതിശക്തമായ പോരാട്ടം തുടങ്ങുന്നു. ഇതേസമയം മിൻജിയോട് ആ ഗോൾഡൻ ടീത്ത് വന്ന് സംസാരിക്കുന്നുണ്ട്. മിൻജി ഡോർ ക്ലോസ് ചെയ്ത് അകത്ത് നിൽക്കുകയാണ്. ആ ഡോറിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിന്ന് ഗോൾഡൻ ടീത്ത് അവളോട് പറയുന്നുണ്ട് ഡോർ ഓപ്പൺ ചെയ്യൂ എന്നെല്ലാം. പക്ഷേ മിൻജി ഇതൊന്നും വകവയ്ക്കാതെ അവിടെ വിറങ്ങലിച്ച് നിൽക്കുകയാണ്. ഇവിടെ കോഡ്നെയിം ന്യൂ 66ഉം കിമ്മും തമ്മിൽ അതിശക്തമായ പോരാട്ടം നടക്കുകയാണ്. ന്യൂ 66 തൻ്റെ ചേട്ടനെ കൊന്നതുപോലെ തന്നെ കൊല്ലാൻ കിമ്മിനെ വെല്ലുവിളിക്കുന്നു. ഇതിനിടെ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്. പഴയ 66ഉം മിസ്റ്റർ കിമ്മും ഒരേ ട്രെയിനിങ് ക്യാമ്പിലായിരുന്നു. അവർ സുഹൃത്തുക്കളായിരുന്നു. ഒരു ദൗത്യത്തിനിടെ പഴയ 66 ഗുരുതരമായി പരിക്കേറ്റ് കാലും നഷ്ടപ്പെടുന്നു. കിം എത്ര ശ്രമിച്ചിട്ടും അവനെ രക്ഷിക്കാനാവുന്നില്ല. നിരാശനായ കിം സ്വയം വെടിവെക്കാൻ ശ്രമിക്കുമ്പോൾ ഓൾഡ് 66 തടയുന്നു. എന്ത് സംഭവിച്ചാലും നീ ജീവിച്ചിരിക്കണം, എന്നെ മറക്കരുത്. അവസാന ശ്വാസത്തിൽ പറഞ്ഞ ആ വാക്കുകൾ കിമ്മിൻ്റെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്നു. വീണ്ടും ഇപ്പോഴത്തെ സിറ്റുവേഷനിലേക്ക് വരുന്നുണ്ട്. കോൾഡ് സ്റ്റോറേജിൽ തണുത്തിരിക്കുന്ന മിൻജി പഴയ കഥകൾ ഓർക്കുകയാണ്. അന്ന് സ്കൂളിൽ തൻ്റെ അച്ഛൻ അവരോട് മുട്ടുകുത്തി നിന്ന് മാപ്പപേക്ഷിച്ചില്ലേ. മിൻജി അയാളോട് പിണങ്ങി പോകുമ്പോൾ അവൾക്കൊരു മെസ്സേജ് അയച്ച് സോറി ചോദിക്കുന്നുണ്ട് കിം. ഇതെല്ലാം ആലോചിച്ച് മിൻജി കരയുകയായിരുന്നു. ഈ ടൈമിലാണ് ഗോൾഡൻ ടീത്തിൻ്റെ അടുത്തേക്ക് മിസ്റ്റർ കിം അടിച്ചൊതുക്കി ആ ഗുണ്ട വരികയും അവിടെ നടന്ന കാര്യങ്ങളെല്ലാം പറയാൻ ശ്രമിക്കുന്നതും. ഈ ടൈമിലാണ് ഗോൾഡൻ ടീത്ത് നോക്കുമ്പോൾ കോൾഡ് സ്റ്റോറേജിൻ്റെ വാതിൽ തുറന്നിടക്കുന്നു. അങ്ങനെ അയാൾ പതുക്കെ അകത്തോട്ട് കയറുന്നു. ഈ ടൈമിൽ മിൻജി പതുങ്ങി നിൽക്കുകയായിരുന്നു. ഗോൾഡൻ ടീത്താകട്ടെ തൻ്റെ കയ്യിലിരുന്ന കത്തിയുമെടുത്ത് മിൻജിയെ കൊല്ലാനായിട്ട് ഒരുങ്ങുന്നു. ആ ടൈമിലാണ് മിൻജി പുറകിൽ നിന്ന് വന്ന് അവൻ്റെ തലക്കിട്ട് ഒന്ന് കൊടുത്ത് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നു. പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാകട്ടെ മറ്റൊരു ഗുണ്ടയും അവനും നന്നായി ഒന്ന് കൊടുത്ത് മിൻജി അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. ഇതിനിടയിൽ മറ്റൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നു. ദക്ഷിണ കൊറിയൻ ഇൻ്റലിജൻസ് ഓഫീസർ ഒരു ഞെട്ടിക്കുന്ന സത്യം വെളിപ്പെടുത്തുന്നു. മിസ്റ്റർ കിമ്മിൻ്റെ അവസാന ദൗത്യത്തിൻ്റെ വിവരങ്ങൾ ചോർത്തിയത് ദക്ഷിണ കൊറിയയല്ല, മറിച്ച് അദ്ദേഹത്തിൻ്റെ സ്വന്തം നോർത്ത് കൊറിയൻ മേലുദ്യോഗസ്ഥനായിരുന്നു. അതായത് കിം തൻ്റെ കൂട്ടാളികളെ വഞ്ചിച്ചിട്ടില്ല, അവൻ തന്നെയാണ് വഞ്ചിക്കപ്പെട്ടത്. പ്രസൻറ്റ് സിറ്റുവേഷനിൽ ന്യൂ 66 കിം പറഞ്ഞ കഥകളെല്ലാം കേട്ടു. അതിനുശേഷം അയാൾ അവിടെ നിന്ന് പോവുകയാണ്.
ഇനി കാണിക്കുന്നത് മിൻജിയെ കണ്ടെത്താൻ കിം ഓടിയെത്തുമ്പോഴേക്കും അവൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടിരിക്കുന്നു. കിം ആ കോൾഡ് സ്റ്റോറേജിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ മിൻജി കിടക്കുന്നത് പോലെ അയാൾക്ക് തോന്നുന്നു. പക്ഷേ അത് ഗോൾഡൻ ടീത്തിൻ്റെ ആൾക്കാർ കൊന്നിട്ട സെക്യൂരിറ്റി ഓഫീസറായിരുന്നു. അവിടെയെല്ലാം പരതുമ്പോൾ മിസ്റ്റർ കിം ഒരു കാഴ്ച കാണുന്നു. തറയിൽ മിൻജി എഴുതിയിരിക്കുന്ന ഒരു കുറിപ്പ്. അതിൽ തൻ്റെ അച്ഛനോട് ക്ഷമിക്കണമെന്ന് എഴുതിയിരിക്കുന്നത് കിം കണ്ടെത്തുന്നു. അങ്ങനെ തൻ്റെ മകൾ ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് ഒരു ഹോപ്പ് മിസ്റ്റർ കിമ്മിന് ലഭിക്കുകയാണ്. മിൻജിയെ അന്വേഷിക്കുന്നതിനിടയിൽ കിം മിൻജിയെ കണ്ടെത്തുന്നു. പക്ഷേ മിൻജി തൻ്റെ അച്ഛൻ പുറകിലുണ്ടെന്ന് അറിയാതെ അവൾ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്ന് വിചാരിച്ചു മതിൽ ചാടിക്കിടന്ന് റോഡിലേക്ക് എത്തുന്നു. മഴയിൽ നനഞ്ഞ് ഹൈവേയിലൂടെ ലിഫ്റ്റ് തേടി നടക്കുന്ന മിൻജിയെ കണ്ടെത്താൻ എല്ലാവരും തിരച്ചിൽ തുടങ്ങുന്നു. ഇതിനിടെ മോൾ ക്രിക്കറ്റ് ബോധം വീണ്ടെടുക്കുമ്പോൾ അവൻ്റെ പണവും കാർഡുകളും ജിൻചോൾ കവർന്നതായി മനസ്സിലാക്കുന്നു. ഹാൻസു ഇതിനിടയിൽ പഴയ ഒരു മോട്ടോർ സൈക്കിൾ വാങ്ങി യാത്ര തുടരുമ്പോൾ ജിൻചോൾ SMD ഏജൻറ്റുമാരുടെ കാർ ഉപയോഗിക്കുന്നു. ഗോൾഡൻ ടീത്ത് ജീവിച്ചിരിക്കുന്നുവെന്ന് മനസ്സിലായ മിസ്റ്റർ ജൂവിൻ്റെ ആളുകൾ അവനെ ചോദ്യം ചെയ്യുന്നു. ഒടുവിൽ ഗോൾഡൻ ടീത്ത് ഒരു വലിയ സത്യം വെളിപ്പെടുത്തുന്നു. മിൻജി ജീവനോടെയുണ്ട്, അവൾ രക്ഷപ്പെട്ടു എന്ന്. അത് കേട്ടതോടുകൂടി എല്ലാവരും വീണ്ടും അവളെ തിരയാൻ പുറപ്പെടുന്നു. മിസ്റ്റർ കിം ഇതിനിടയിൽ നാഷണൽ ഹൈവേയിലെത്തി CCTV ദൃശ്യങ്ങൾ പരിശോധിക്കാൻ അവൻ SMD ഏജൻറ്റിൻ്റെ സഹായം തേടുന്നു. SMD ഏജൻറ്റുമാരും മിൻജിയെ കണ്ടെത്താൻ രംഗത്തിറങ്ങുന്നു. എന്നാൽ ഈ എപ്പിസോഡിൻ്റെ അവസാന നിമിഷങ്ങളിൽ ഏറ്റവും വലിയ ട്വിസ്റ്റ് സംഭവിക്കുന്നു. മിൻജി സുരക്ഷിതയല്ല. അവൾ അറിയാതെ തന്നെ മിസ്റ്റർ ജൂവിൻ്റെ കാറിലാണ് യാത്ര ചെയ്യുന്നത്. ഇതോടെയാണ് അടുത്ത എപ്പിസോഡിനുള്ള വലിയ സസ്പെൻസോടെ ഈ എപ്പിസോഡ് 5 അവസാനിക്കുന്നത്. നിങ്ങൾക്ക് എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടെങ്കിൽ അത് കമൻറ്റായും രേഖപ്പെടുത്തണേ.